മുരളീധരനെ നിങ്ങൾ സംശയിക്കരുത്. മുരളീധരന്റെ ബ്രീഡ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിന്റെ ബ്രീഡാണ്. അതൊക്കെ ആയിക്കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവരിൽ 1 ഡസനിലധികം ആളുകൾ കോൺഗ്രസ് വിട്ടുപോയി. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും കോൺഗ്രസ് പ്രസ്ഥാനം. എന്നാലും ഇന്ന് ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരേ ഒരു ചിഹ്നമല്ലേ ഉള്ളൂ, ഈ കൈപ്പത്തി. അതൊക്കെ എല്ലാ പ്രദേശത്തും അങ്ങനെയാണോ? അരുൺ അങ്ങനെ പറയരുത്. ഒറീസ സംസ്ഥാനം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക, കോൺഗ്രസ് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എവിടെയാണ്? ബീഹാറിൽ കോൺഗ്രസ് എവിടെയാണ്? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്, തകർച്ചയെ നേരിടുകയാണ്. ആ കോൺഗ്രസിന് എങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു നിർണായക ശക്തി എന്ന് അവകാശപ്പെടാൻ കഴിയും? എല്ലാ പാർട്ടികളും ചേർന്ന മതനിരപേക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിരക്കാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയുക. അതെങ്ങനെ പറയാൻ കഴിയും? ഈ തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ നോക്കുക. ആയിക്കോട്ടെ, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ആരുടെ തണലിലാണ് മത്സരിക്കുന്നത്? DMK-യുടെ തണൽ. അങ്ങനെ പല പ്രാദേശിക പാർട്ടികളുടെ പിറകിലാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഇതുവരെയുള്ള സ്ഥിതി. പക്ഷേ 20% വോട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും കോൺഗ്രസിന്. നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മതനിരപേക്ഷ പാർട്ടികൾ നിങ്ങൾ യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ചെയ്യേണ്ടിയിരുന്നത്, വയനാട്ടിൽ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ ആനി രാജ എവിടെ നിന്ന് പിൻവാങ്ങി രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ അനുവദിക്കുകയും ഇവിടെ നിങ്ങൾ കെ മുരളീധരനെ മത്സരിക്കാൻ അനുവദിക്കുമായിരുന്നില്ലേ? ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ പോരാട്ടമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഹിന്ദി ഹൃദയഭൂമിയിലാണ്. ഈ കേരളത്തിൽ ഫാസിസത്തെ പടിക്ക് പുറത്തു നിർത്തുന്ന, വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന ഈ കേരളത്തിലെ വയനാട്ടിൽ വന്ന് ഫാസിസ്റ്റിനാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്തിനിവിടെ വരുന്നു? വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എന്തിനിവിടെ വരുന്നു? കഴിഞ്ഞ തവണ തന്നെ ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നതാണ്.